നമസ്കാരം. പ്രധാന വാർത്തകൾ. മതിയായ സൂചനാ സംവിധാനങ്ങളില്ലാത്ത ഹമ്പുകൾ അപകടക്കെണിയാകുന്നു. എരുമപ്പെട്ടിയിൽ ഹമ്പിൽ ചാടിയ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ വീട്ടമ്മ മരിച്ചു. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ ജില്ലയിൽ പണിമുടക്ക് ഭാഗികം. വ്യാപാര സ്ഥാപനങ്ങളും ഏതാനും സ്കൂളുകളും തുറന്നു പ്രവർത്തിച്ചു. സ്വകാര്യ ബസ് ഉടമകൾക്കും ചെറുകിട വ്യാപാരികൾക്കും പങ്കുവയ്ക്കാനുള്ളത് നഷ്ടക്കണക്കുകൾ. കോർപ്പറേഷൻ പരിധിയിലെ കെട്ടിടങ്ങൾക്ക് വസ്തുനികുതിക്ക് പുറമെ 10% സേവന നികുതി ഏർപ്പെടുത്താൻ നീക്കം. തലൂർ കുരിയച്ചിറ റോഡ് വികസനത്തിന് പാക്കേജുകൾ തയ്യാറായി. തൃശൂർ നഗരത്തിൽ അന്തരീക്ഷവായു അളക്കുന്നതിനുള്ള ഓൺലൈൻ മെഷീൻ സ്ഥാപിക്കാൻ ഒരുങ്ങി മലിനീകരണ നിയന്ത്രണ ബോർഡ്. കോർപ്പറേഷന് അനുമതി ലഭിച്ചാലുടൻ മെഷീൻ സ്ഥാപിക്കുമെന്ന് അധികൃതർ. പ്രളയം ദുരന്തഭൂമിയാക്കി മാറ്റിയ കുഴൂരിലെ കാർഷിക മേഖലയിൽ വീണ്ടെടുപ്പിന്റെ കാഹളം. കുഴൂരിലെ പാടശേഖരങ്ങൾ വീണ്ടും പച്ചപ്പണിയുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ എടിഎമ്മുകളിൽ പണം നിറയ്ക്കുന്ന സ്വകാര്യ ഏജൻസികൾ. ഇതര സംസ്ഥാനക്കാരെ ഗൺമാന്മാരായി നിയമിക്കുന്നത് സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടവരുത്തുമെന്ന് ആരോപണം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നടന്ന ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ അറസ്റ്റ് തുടരുന്നു. ചാലക്കുടിയിലും 3 പീടികയിലുമായി 19 പേർ കൂടി അറസ്റ്റ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. എരുമപ്പെട്ടിയിൽ ഹമ്പിൽ ചാടിയ ബൈക്കിൽ നിന്നും തെറിച്ചുവീണ് വീട്ടമ്മ മരിച്ചു. വടക്കാഞ്ചേരി കിഴക്കേ പീടികയിൽ പരേതനായ മുഹമ്മദ് ഭാര്യ 47 വയസ്സുള്ള നബീസയാണ് മരിച്ചത്. വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. മകൻ അമീറിനോടൊപ്പം ബൈക്കിന്റെ പുറകിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു നബീസ. ചാവക്കാട് ബന്ധുവിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ഹമ്പിൽ ചാടിയ ബൈക്കിൽ നിന്ന് തെറിച്ച ഇവർ റോഡിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പൊതുമരാമത്ത് അധികൃതരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് വീട്ടമ്മയുടെ ജീവൻ. അടയാളമില്ലാത്ത ഹമ്പിൽ ചാടി നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും തെറിച്ചു വീണാണ് മകനോടൊപ്പം യാത്ര ചെയ്തിരുന്ന വടക്കാഞ്ചേരി കിഴക്കേ പീടികയിൽ നബീസയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ഹമ്പാണ് മരണക്കെണിയൊരുക്കിയത്. അടയാളവും സൂചനാ ബോർഡും ഇല്ലാത്തതിനാൽ ഹമ്പ് ശ്രദ്ധയിൽപ്പെടാതെ അപ്രതീക്ഷിതമായി ബൈക്ക് ഹമ്പിൽ ചാടിയപ്പോൾ വശം ചെരിഞ്ഞിരിക്കുകയായിരുന്ന നബീസ തെറിച്ച് റോഡിൽ തലയടിച്ചു വീണു. ചെവികളിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തമൊഴുകി അബോധാവസ്ഥയിലായ ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിന് ശേഷം പോലീസ് ഹമ്പിൽ താൽക്കാലികമായി അടയാളം രേഖപ്പെടുത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള ഹമ്പിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഹമ്പിൽ ചാടി വാഹനങ്ങളുടെ ചില്ലുകൾ തകരുന്നതും ബൈക്കുകൾ മറിഞ്ഞു വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവാണ്. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ ഈ റോഡിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഹമ്പുകളുണ്ട്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഹമ്പുകളിൽ അടയാളമിടാനും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനും പൊതുമരാമത്ത് അധികൃതർ തയ്യാറാകുന്നില്ല. രാത്രിയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളും സ്ഥലപരിചയമില്ലാത്ത വാഹനയാത്രക്കാരുമാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. അപകടങ്ങൾ പെരുകുമ്പോൾ നാട്ടുകാരും പോലീസും താൽക്കാലികമായി അടയാളങ്ങൾ വരയ്ക്കുമെങ്കിലും ഇത് ദിവസങ്ങൾക്കുള്ളിൽ മാഞ്ഞു പോകും. ഹമ്പുകൾ അപകടക്കെണികളാകുന്നതിനെക്കുറിച്ച് TCV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരവധി തവണ വാർത്ത നൽകിയിട്ടും അധികൃതർ നടപടി കൈക്കൊണ്ടില്ല. പൊതുമരാമത്ത് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ സംഭവം ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. TCV എരുമപ്പെട്ടി. ഭർത്താവിനൊപ്പം സഞ്ചരിക്കവേ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പരിയാരം പാറക്കെ വീട്ടിൽ ജോസ് ഭാര്യ 43 വയസ്സുള്ള നൈസിയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട പള്ളിപ്പെരുന്നാളിന് പോയി ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ മാസം 6-ന് വല്ലക്കുന്നിൽ വെച്ച് സ്കൂട്ടറിന് പിറകിൽ കാറിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ഭർത്താവ് ജോസിനും പരിക്കേറ്റിരുന്നു. സംയുക്ത തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദ്വിദിന ദേശീയ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തിയില്ല. സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചത് പേരിന് മാത്രം. ഭൂരിഭാഗവും ജീവനക്കാരും 2ാം ദിവസം ജോലിക്ക് ഹാജരായില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും പ്രവർത്തിച്ചില്ല. പെട്രോൾ പമ്പുകൾ ഭാഗികമായി തുറന്നു പ്രവർത്തിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും തുറന്നു. അതേസമയം തൃശൂർ നഗരത്തിൽ ആദ്യ ദിനത്തിൽ തുറന്ന പല കടകളും 2ാം ദിനത്തിൽ അടഞ്ഞുകിടന്നു. കട അടച്ച് പണിമുടക്കിനോട് സഹകരിക്കാൻ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചതിനെ തുടർന്നാണിത്. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ കിരൺ എന്ന സ്വകാര്യ ബസ് സർവീസ് നടത്തി. ഏതാനും സ്കൂളുകൾ പണിമുടക്കിന്റെ 2ാം ദിനം തുറന്ന് പ്രവർത്തിച്ചു. അന്തിക്കാട് ഹൈസ്കൂൾ, അന്തിക്കാട് KGM LP സ്കൂൾ, ഏനാമാവ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ, പറപ്പൂർ സെന്റ് ജോൺസ് സ്കൂൾ, ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ എന്നിവയാണ് തുറന്ന് പ്രവർത്തിച്ചത്. പണിമുടക്കിനെ തുടർന്ന് ട്രെയിനുകൾ വൈകി ഓടിയതിനാൽ ട്രെയിൻ യാത്രക്കാർ ദുരിതത്തിലായി. കലേറ്റുംകരയിൽ പണിമുടക്ക് അനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. പണിമുടക്കിയ തൊഴിലാളികൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. തൃശൂരിൽ CMS സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
പുതുവർഷത്തിലെ ആദ്യ 9 ദിവസത്തിനിടെ ബസ്സുകളും വ്യാപാര കേന്ദ്രങ്ങളും പൂർണ്ണമായും പ്രവർത്തിച്ചത് 4 ദിവസം മാത്രം. സ്വകാര്യ ബസ് ഉടമകൾക്കും ചെറുകിട വ്യാപാരികൾക്കും പങ്കുവയ്ക്കാനുള്ളത് തീരാനഷ്ടത്തിന്റെ കണക്ക് മാത്രം. ദേശീയ പണിമുടക്കിന്റെ ആദ്യ ദിനത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപകമായി തുറന്നു പ്രവർത്തിച്ചിരുന്നു. എന്നാൽ കടകൾ തുറക്കരുതെന്ന ട്രേഡ് യൂണിയനുകളുടെ താക്കീതിനെ തുടർന്ന് പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ സ്ഥാപനങ്ങൾ തുറക്കാൻ വ്യാപാരികൾ ആദ്യം മടിച്ചു. താക്കീത് മറികടന്ന് കടകൾ തുറന്നാൽ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകുമോ എന്ന ഭയമായിരുന്നു കാരണം. എന്നാൽ ട്രേഡ് യൂണിയനുകളുടെ പ്രകടനം സമാപിച്ചതോടെ മിക്ക കടകളും തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പ്രതിമാസം വൻതുക വാടക നൽകി പ്രവർത്തിക്കുന്ന വ്യാപാരികളെ സംബന്ധിച്ച് പുതുവർഷം തീരാ നഷ്ടങ്ങളുടേതാണെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. BJP ഹർത്താലിൽ വ്യാപാര കേന്ദ്രങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് പ്രഖ്യാപിച്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യാപാര സ്ഥാപനങ്ങൾക്ക് കാര്യമായ പിന്തുണ ലഭിക്കാതിരുന്നതും വ്യാപാരികളിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും തുടർച്ചയായ ഹർത്താലുകളിൽ നിന്നൊരു മോചനം വേണമെന്ന നിലപാട് തന്നെയാണ് ഭൂരിഭാഗം വ്യാപാരികളും ഉറക്കെ പ്രഖ്യാപിച്ചത്. ഇന്നലെ വൈകിട്ട് പല സ്ഥലത്തും സമരക്കാർ വന്നിട്ട് ഇന്ന് കട തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, ഇനി കല്ലേറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇന്ന് കൂടുതൽ കടക്കാർ തുറക്കാതിരിക്കുന്നത് തോന്നുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സുരക്ഷയായിട്ടൊന്നും ആരും വന്നിട്ടില്ല. കടക്കാർക്ക് എന്തായാലും തുറക്കാനായിട്ട് താല്പര്യമാണ്. കാരണം ഓരോ കടക്കാരും ഇവിടെ ഇരിക്കുന്നത് വലിയ വാടക കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ എല്ലാ കടക്കാർക്കും ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 75,000 രൂപ ഒരു മാസം വാടക കൊടുക്കണം. 75,000 രൂപ ഒരു മാസം വാടക എന്ന് പറയുമ്പോൾ അതിൽ മുടക്ക ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്ന് പോവുകയാണെങ്കിൽ വാടക ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന്മാർ വാടകയിലൊന്നും കുറച്ച് തരില്ല. ഈ സമരം എടുക്കുന്ന ആൾക്കാരും നമുക്ക് വാടകയ്ക്കുള്ള പൈസ തരുന്നില്ല. സാധാരണമാണ്. പൊതുവെ ജനങ്ങളോട് അതിനോടുള്ള ഒരു വിദ്വേഷത്തോടും പ്രതിഷേധത്തോടെ അറിയിക്കുന്നുണ്ട്. എല്ലാവരും കടകൾ തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രതിഷേധം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ട്. ധൈര്യക്കുറവ്, ഒരു സെക്യൂരിറ്റിയുടെ ഒരു കുറവുണ്ട്. 2019 ആദ്യ 9 ദിവസങ്ങളിൽ ബസ്സുകളും വ്യാപാര സ്ഥാപനങ്ങളും വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലാണ് പൂർണ്ണമായും പ്രവർത്തിച്ചത്. 1-ാം തീയതി സർക്കാരിന്റെ വനിതാ മതിലിന്റെ ഭാഗമായി ഭൂരിഭാഗം ബസ്സുകൾക്കും സർവീസ് ഭാഗികമായി മാത്രമേ നടത്താനായുള്ളൂ. ശബരിമലയിലെ യുവതി പ്രവേശനത്തിന്റെ പേരിൽ 2-ാം തീയതി വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ബസ്സുകൾക്ക് നേരെ ആക്രമണം അരങ്ങേറുകയും ചെയ്തിരുന്നു. 3-ാം തീയതിയിലെ ഹർത്താലും പൊതുഗതാഗതത്തെയും വ്യാപാരത്തെയും സ്തംഭിപ്പിച്ചു. 6-ാം തീയതി ഞായറാഴ്ച അവധി ദിവസമായതിനാൽ ഭൂരിഭാഗം വ്യാപാര കേന്ദ്രങ്ങളും പ്രവർത്തിച്ചില്ല. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വന്ന ദേശീയ പണിമുടക്ക് കൂടിയായതോടെ വ്യാപാരികളുടെയും സ്വകാര്യ ബസ് ഉടമകളുടെയും സ്ഥിതി ഏറെ ദയനീയമായിരിക്കുകയാണ്. മനമടുത്ത് പണിമുടക്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നെങ്കിലും പൊതുഗതാഗത സംവിധാനം ഇല്ലാത്തതിനാൽ അതും നഷ്ടക്കച്ചവടവുമായി മാറിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. TCV ന്യൂസ്, തൃശൂർ. ദേശീയ പണിമുടക്ക് രണ്ടാം ദിനവും യാത്രാ ദുരിതം. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ട്രെയിൻ തടയൽ യാത്രക്കാർക്ക് തിരിച്ചടിയായി. യാത്രക്കാരില്ലാത്തതിനാൽ തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്ന് സർവീസുകൾ നടത്തിയില്ല. 492 സ്ഥിരം ജീവനക്കാരിൽ 24 പേരും 61 താൽക്കാലിക ജീവനക്കാരിൽ 6 പേരും ജോലിക്ക് ഹാജരായി. തൃശൂർ ഡിപ്പോയിലെ 66 ഷെഡ്യൂളുകളിൽ പമ്പയ്ക്ക് ഒരു സർവീസ് മാത്രമാണ് നടത്തിയത്. ട്രെയിനുകളെല്ലാം വൈകിയോടുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് എറണാകുളം നോർത്തിൽ തടഞ്ഞു. വേണാട് എക്സ്പ്രസ്, ശബരി എക്സ്പ്രസ്, ശതാബ്ദി എക്സ്പ്രസുകളെല്ലാം വിവിധ സ്ഥലങ്ങളിൽ തടഞ്ഞതിനാൽ ട്രെയിനുകളെല്ലാം വൈകിയാണ് ഓടുന്നത്. ഗുരുവായൂരിൽ ബുധനാഴ്ച പുലർച്ചെ സർവീസ് ആരംഭിക്കുന്നതിനു മുമ്പ് പ്രതീകാത്മകമായി ട്രെയിൻ തടയൽ സമരം നടത്തി. പകൽ വിവിധ സമയങ്ങളിലായി വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട സ്റ്റേഷനുകളിൽ തടയുമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ റെയിൽവേ പോലീസിനെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, TCV. കോർപ്പറേഷൻ പരിധിയിൽ കെട്ടിടങ്ങൾക്ക് വസ്തുനികുതിക്ക് പുറമെ സേവന നികുതി ഏർപ്പെടുത്താനും നീക്കം. 10% സേവന നികുതി ചുമത്താനാണ് നീക്കം. കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം നഗരസഭയിലെ കെട്ടിടങ്ങൾക്ക് ശുചിത്വ പാലനം, ജലവിധാനം, തെരുവ് വിളക്ക്, ഡ്രൈനേജ് എന്നീ സേവനങ്ങൾക്ക് വസ്തുനികുതി ഈടാക്കുന്നതിനോടൊപ്പം 10% സേവന നികുതി ചുമത്താനാണ് നീക്കം നടക്കുന്നത്. 2011 ഉത്തരവിന്റെ ചൂട് പിടിച്ചാണ് നഗരസഭകൾക്ക് തറ വിസ്തീർണം അടിസ്ഥാനത്തിലുള്ള വസ്തുനികുതി ഈടാക്കുന്നതിനോടൊപ്പം സേവന നികുതി ചുമത്താനുള്ള നീക്കം നടക്കുന്നത്. ശുചിത്വ പരിപാലനത്തിന് 4%, ജലവിതരണത്തിന് 3%, തെരുവ് വിളക്കിന് 2%, ഡ്രൈനേജിന് 1%മാണ് നികുതി ഏർപ്പെടുത്തുന്നത്. അതേസമയം സേവന നികുതി ചുമത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. അനാവശ്യ ചെലവുകൾ വരുത്തിവെച്ചുണ്ടായ അധിക ഭാരം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. തലൂർ കുരിയച്ചിറ റോഡ് വികസനത്തിന് പാക്കേജുകൾ തയ്യാറായി. സ്ഥലം വിട്ടു നൽകാത്തവരിൽ നിന്ന് അക്വിസിഷൻ വഴി സ്ഥലം ഏറ്റെടുക്കാൻ വികസന പാക്കേജിൽ നിർദ്ദേശം. കോർപ്പറേഷൻ പരിധിയിലെ തലോർ മുതൽ കുരിയച്ചിറ വരെയുള്ള റോഡാണ് 21 മീറ്ററായി വീതി കൂട്ടുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മെയ് മാസത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ വികസന പാക്കേജാണ് കോർപ്പറേഷന്റെ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുന്നത്.
റോഡിന്റെ വീതി കൂട്ടുന്നതിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന നിർദ്ദേശമുണ്ട്. സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയവർ പിന്നീട് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമ്പോൾ മുമ്പ് വിട്ടു നൽകിയ സ്ഥലത്തിന്റെ അളവ് കൂടി പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. റോഡിന് സ്ഥലം വിട്ടു നൽകുന്നവർക്ക് പണമാണ് വേണ്ടതെങ്കിൽ നിയമാനുസൃതം പണം നൽകുക. സ്ഥലം വിട്ടു നൽകാത്തവരിൽ നിന്ന് അക്വിസിഷൻ നടപടി വഴി സ്ഥലം ഏറ്റെടുക്കുക. സ്ഥലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വ്യാപാരിക്ക് കട നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഒല്ലൂർ സെന്ററിൽ പുതുതായി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ മുറി അനുവദിക്കുക തുടങ്ങിയവയാണ് വികസന പാക്കേജിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. കട ഫുള്ളായി നഷ്ടപ്പെടുന്നവർക്ക് താൽക്കാലികമായി ഒല്ലൂർ വ്യവസായ എസ്റ്റേറ്റിൻ്റെ അവിടെ ടെമ്പററി ആയി കട പണിത് കൊടുക്കുകയും അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിൻ്റെ അവിടെ പണിത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട നഷ്ടപ്പെടുന്നവർക്ക് സെൻട്രലിലെ ബസ് സ്റ്റാൻഡിനോടൊപ്പം ചേർന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ അവർക്ക് അവിടെ കട റൂം കൊടുക്കുകയും അങ്ങനെ ഒല്ലൂരിൻ്റെ വികസനം നല്ല രീതിയിൽ നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റോഡ് വികസനത്തോടൊപ്പം ഒല്ലൂർ സെന്റർ വികസന പദ്ധതിയും പാക്കേജിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഒല്ലൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ ഒല്ലൂർ സോണൽ ഓഫീസ്, മാർക്കറ്റ്, ടൗൺ ഹാൾ, ലൈബ്രറി എന്നിവ പനംകുറ്റിച്ചിറയിൽ കോർപ്പറേഷന്റെ കീഴിലുള്ള സ്ഥലത്തേക്ക് മാറ്റണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. നിലവിൽ സോണൽ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാനും നിർദ്ദേശമുണ്ട്. വ്യാഴാഴ്ച ചേരുന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വികസന പാക്കേജ് ചർച്ച ചെയ്ത ശേഷം തുടർ നടപടികൾക്കായി ടെക്നിക്കൽ കമ്മിറ്റിക്ക് വിട്ടേക്കും. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഒല്ലൂർ, കുരിയച്ചിറ, ചീയാരം, മുണ്ടുപാലം എന്നിവിടങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജോ അടിപ്പാതയോ നിർമ്മിക്കണമെന്ന് നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. TCV, തൃശൂർ. തൃശൂർ നഗരത്തിലെ അന്തരീക്ഷവായു ഗുണനിലവാരം തുടർച്ചയായി അളക്കുന്നതിനുള്ള ഓൺലൈൻ മെഷീനും അനുബന്ധ സാമഗ്രികളും സ്ഥാപിക്കാനൊരുങ്ങി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. കോർപ്പറേഷന്റെ അനുമതി ലഭിച്ചാലുടൻ തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ മെഷീൻ സ്ഥാപിക്കും. നിലവിൽ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ മാത്രമാണ് അന്തരീക്ഷവായു ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഉപകരണം സ്ഥാപിച്ചിട്ടുള്ളത്. തൃശൂരിലും ഓൺലൈൻ മെഷീൻ സ്ഥാപിക്കുന്നതോടെ നഗരത്തിലെ അന്തരീക്ഷവായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി അറിയാനാകും. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ ഓപ്പൺ ടെറസിലാണ് നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുക. ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർ എന്നിവർ ചേർന്ന് നടത്തിയ സ്ഥലപരിശോധനാ റിപ്പോർട്ട് കോർപ്പറേഷന് സമർപ്പിച്ചിട്ടുണ്ട്. മെഷീൻ സ്ഥാപിച്ചാൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്ന റിപ്പോർട്ടും കോർപ്പറേഷൻ ഹെൽത്ത് സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. എക്സ്റേ യൂണിറ്റിന്റെ മുകളിൽ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമ്പോൾ ഡിസ്പ്ലേ ബോർഡ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള അരനാട്ടുകര തേറാട്ടിൽ ജെ ആന്റണി മെമ്മോറിയൽ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. വ്യാഴാഴ്ച ചേരുന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അനുമതി ലഭിച്ചാലുടൻ മെഷീൻ സ്ഥാപിക്കും. തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം ജില്ലകൾക്ക് പുറമെ മറ്റു ജില്ലകളിലും അന്തരീക്ഷ ഗുണനിലവാരം അളക്കുന്ന ഓൺലൈൻ മെഷീനുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. TCV ന്യൂസ്, തൃശൂർ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടയ്ക്ക്, തുറന്നോളൂ. എന്താ ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. വാർത്തയിലേക്ക്. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പാലക്കാട് സ്വദേശിനിയായ ബിരുദ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ആദ്യം അൻസാർ ആശുപത്രിയിലും പിന്നീട് അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. ഇത് സംബന്ധിച്ച് പോലീസിൽ വിവരമറിയിക്കാനോ ഔദ്യോഗിക വിശദീകരണം നൽകാനോ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് സഹപാഠികളുടെ ആരോപണം. പ്രളയം ദുരന്തഭൂമിയാക്കി മാറ്റിയ കുഴൂരിലെ കാർഷിക മേഖലയിൽ വീണ്ടെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നു. കുഴൂരിലെ പാടശേഖരങ്ങൾ വീണ്ടും പച്ചപ്പുതച്ച നിലയിലേക്ക് മാറിയപ്പോൾ കർഷക മനസ്സിൽ പ്രതീക്ഷയുടെ പുതുനാമ്പിടുകയാണ്. പ്രളയം സമ്മാനിച്ച നല്ല മണ്ണിൽ കർഷകർ വീണ്ടും വിത്തിറക്കിയത് വലിയ പ്രതീക്ഷകളോടെയാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനപ്പെടുത്തിയാണ് പ്രളയശേഷം പാടശേഖരത്തെ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുള്ളത്. കുഴൂർ പഞ്ചായത്തിലെ 3, 4, 6 വാർഡുകളിലായി ആകെയുള്ള 500 ഏക്കറോളം സ്ഥലത്താണ് കൃഷി.
പ്രധാനമായും ഉമ, പൊന്മണി ഇനത്തിലുള്ള വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട വെള്ളം ലഭിക്കുന്ന കരിക്കാട്ടുചാലിനെ ആശ്രയിച്ചാണ് ഈ മേഖലകളിൽ കൃഷി ചെയ്യുന്നത്. ചാലിലേക്ക് പുഴയിൽ നിന്ന് പമ്പ് ചെയ്തെത്തുന്ന വെള്ളം ഉപയോഗിച്ചാണ് നിരവധി ചെറുകിട ജലസേചന പദ്ധതികൾ പ്രവർത്തിക്കുന്നത്. കരിക്കാട്ടുചാൽ കുണ്ടൂരിൽ വീണ്ടും പുഴയുമായി ചേരുന്നതിനിടയിൽ കൃഷി ആവശ്യത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കരിക്കാട്ടുചാൽ ജലസമൃദ്ധമാക്കുന്നതിന് KLDC പദ്ധതിയുടെ 2ാം ഘട്ടമായി ആഴം കൂട്ടി ബണ്ട് ബലപ്പെടുത്തുന്ന നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ സഹായത്തോടെ ലഭിച്ച നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷിയിറക്കിയിട്ടുള്ളതെന്നും പാടശേഖരത്തെ കോൾപ്പാടമായി സർക്കാർ അംഗീകരിക്കണമെന്നും കർഷകരായ കൊടിയൻ ഇട്ടീരയും വട്ടോലിപ്പറമ്പിൽ ഗോപാലകൃഷ്ണനും പറഞ്ഞു. ഞങ്ങളുടെ ഈ പാടം മൊത്തത്തിൽ പർവ്വതത്തിൽപ്പെട്ടതായിരുന്നു. ഇപ്പോൾ കൃഷിഭവൻ വഴി വിത്തും ഇത്തളൊക്കെ കിട്ടി കൃഷി ഇറക്കിയേക്കാണ്. ഇതേപോലെ നല്ല ലെവലിൽ പോകേണ്ട കുഴപ്പമൊന്നുമില്ല. സർക്കാരിൻ്റെ രേഖയിൽ പുഞ്ചപ്പാടമായിട്ടാണ് കിടക്കുന്നത്. ഇത് കോൾപ്പടവിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ വെള്ളത്തിനോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾക്കോ ഒന്നും ഒരു കുറവുണ്ടായിട്ടില്ല. നല്ല രീതിയിലാണ് ഇതുവരെ കൃഷി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു 22 ഏക്കർ പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. കഴിഞ്ഞ വർഷം ഒരു 18 ഏക്കർ ചെയ്തിരുന്നു. നല്ല വിളവാണ് നമുക്ക് കിട്ടിയത്. 200ഓളം കർഷകരാണ് പതിവ് പോലെ കൃഷിയിറക്കിയിട്ടുള്ളത്. നെൽകൃഷിയോടുള്ള താൽപര്യത്തിൽ നിരവധി കർഷകരാണ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. ഒരു പൂ മാത്രം കൃഷിയിറക്കുന്ന ഈ പാടശേഖരത്തിൽ മികച്ച വിളവാണ് എക്കാലവും ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ നെല്ല് പൂർണ്ണമായും സപ്ലൈകോ എടുക്കാത്ത അവസ്ഥയാണുള്ളത്. സാധാരണ പാടശേഖരങ്ങളിൽ ഏക്കർ 1-ന് 22 ക്വിന്റൽ നെല്ലാണ് സപ്ലൈകോ എടുക്കുന്നത്. എന്നാൽ കോൾപ്പാടമാണെങ്കിൽ 33 ക്വിന്റൽ എടുക്കും. ഈ പാടശേഖരത്തിൽ ശരാശരി 33 ക്വിന്റൽ വരെ വിളവ് ലഭിക്കുന്നുണ്ടെന്ന് 23 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിട്ടുള്ള പോൾസൺ കൊടിയൻ പറഞ്ഞു. ഇതുകൂടി കണക്കിലെടുത്താണ് തുമ്പരശ്ശേരി, അടൂപ്പാടം പാടശേഖരങ്ങളെ കോൾപ്പാടത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, മാള. പ്രളയത്തെ ഒരു ജനത അതിജീവിച്ചതിന്റെ കഥകൾ ചുമർ ചിത്രങ്ങളായി മാറുന്നു. കളക്ട്രേറ്റ് മതിലിൽ നടപ്പാക്കുന്ന പദ്ധതി വിജയകരമായാൽ സാംസ്കാരിക നഗരിയുടെ ചുമരുകൾ ഇനി മുതൽ ചിത്രാലങ്കൃതമായി മാറും. പ്രളയത്തിന്റെ അതിജീവനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും ഭാഗമായി ഒരുക്കിയ വീണ്ടെടുപ്പ് കലാസാംസ്കാരിക സംഗമത്തിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതി. പ്രളയത്തെ അതിജീവിച്ചതിന്റെ പ്രചോദനാത്മകമായ രേഖാചിത്രങ്ങൾ കളക്ട്രേറ്റിലെ മതിലുകളിൽ അടയാളപ്പെടുത്താനാണ് നീക്കം. ഗ്രീൻ യുണൈറ്റഡ് തൃശൂർ എന്ന ആശയം മുൻനിർത്തിയാണ് ചിത്രക്കൂട്ടുകൾ ഒരുക്കുക. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. 12-ാം തീയതി തുടക്കം കുറിക്കുന്ന പദ്ധതി വിജയകരമായാൽ സിവിൽ സ്റ്റേഷൻ പാർക്കിലും തുടർന്ന് തൃശൂർ നഗരഹൃദയത്തിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് കളക്ടർ TV അനുപമ TCVയോട് പറഞ്ഞു. ആദ്യം ഒരു ആക്ടിവിറ്റി നമ്മൾ എടുത്തിരുന്നു, പ്രളയത്തിൻ്റെ ലെവൽ അടയാളപ്പെടുത്തുക എന്നുള്ളത്. സിവിൽ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ മതിൽ ഇപ്പോൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു ഒരുമയുടെ അടയാളം, തൃശ്ശൂരിൻ്റെ ഒരു മുന്നോട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു നമ്മൾ വാൾ പെയിൻറ്റിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈൻ ആർട്സ് കോളേജിൽ കുട്ടികൾ 12-ാം തീയതി അതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ കലക്ട്രേറ്റിലെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ സിവിൽ ലൈൻ പാർക്കുമാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ നഗരത്തിൻ്റെ ബാക്കി സ്ഥലങ്ങളിലേക്കും കൂടെ കൊണ്ടുവരുന്ന കാര്യം നമ്മൾ കോർപ്പറേഷനുകളായിട്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് വ്യക്തികളായിട്ടും ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ചിത്രരചനയിൽ താല്പര്യമുള്ള ആർക്കും പദ്ധതിയിൽ പങ്കാളികളാകാം. കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലെ ലിങ്കിൽ ഇതിനായി രജിസ്റ്റർ ചെയ്യാനാകും. പ്രളയകാലത്ത് സന്നദ്ധ പ്രവർത്തകരായി രംഗത്തെത്തിയവരിൽ നിന്നും രൂപീകരിച്ച സ്ഥിരം കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. വീണ്ടെടുപ്പ് പരിപാടിയിൽ സജീവമായ ഈ കൂട്ടായ്മ സബ്വേകൾ ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ക്യാമ്പയിൻ അടുത്തിടെ നടത്തിയിരുന്നു. തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി പുതുവർഷ ദിനത്തിൽ സർപ്രൈസ് ഗിഫ്റ്റായി എല്ലാ കുട്ടികൾക്കും വാച്ച് സമ്മാനിക്കുന്ന പരിപാടിയും ഇവർ ഒരുക്കിയിരുന്നു. പ്രളയ പുനർനിർമ്മാണത്തിനൊപ്പം സഹജീവികളുടെ ദുരിതങ്ങളിൽ പരസ്പരം ഊന്നുവടികളാകാനുള്ള കൂട്ടായ്മയാണ് ഒരുമയുടെ പാഠങ്ങൾ വർണ്ണചിത്രങ്ങളാൽ അടയാളപ്പെടുത്തുന്ന ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ ഉദ്യമം വിജയിക്കുകയാണെങ്കിൽ സാംസ്കാരിക നഗരിയുടെ ചുവരുകൾ വരകളാലും വർണ്ണങ്ങളാലും വൈകാതെ മുദ്ര ചാർത്തപ്പെടും. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിലെ ATMകളിൽ പണം നിറയ്ക്കുന്ന സ്വകാര്യ ഏജൻസികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇതര സംസ്ഥാനക്കാരെ ഗൺമാൻമാരായി വ്യാപകമായി നിയമിക്കുന്നത് വലിയ സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടവരുത്തുമെന്ന ആരോപണം ശക്തമാകും. അസോസിയേഷൻ ഓഫ് ഗൺമാൻ സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന സംഘടനയാണ് ഔട്ട്സോഴ്സിംഗ് ഏജൻസികളായ സെക്യൂർ വാല്യൂ, സെക്യൂർ ട്രാൻസ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ജമ്മുകാശ്മീർ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗൺമാൻ ലൈസൻസുള്ള 7 പേരെയാണ് സെക്യൂർ വാല്യൂ പുതുതായി നിയമിച്ചിരിക്കുന്നത്. അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുപട SI ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെങ്കിലും അനുബന്ധ രേഖകൾ ഇവർക്ക് സമർപ്പിക്കാനായിട്ടില്ല.
ഇതിനാൽ തന്നെ ഇവരുടെ ലൈസൻസ് ഒറിജിനലാണോ എന്ന കാര്യത്തിൽ സംശയം ഉടലെടുത്തിരിക്കുകയാണ്. 2 ദിവസത്തിനകം പൂർണ്ണ വിവരങ്ങൾ സമർപ്പിക്കാൻ ഇവർക്ക് SI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറഞ്ഞ ശമ്പളം നൽകിയാൽ മതിയെന്ന കാരണത്താലാണ് സുരക്ഷയ്ക്ക് വില കൽപ്പിക്കാതെ ഇതര സംസ്ഥാനക്കാരെ നിയമിക്കുന്നതെന്നും ഇത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നത്തിന് ഇടയാക്കുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി ജെ കുട്ടഞ്ചേരി പറഞ്ഞു. ഇത് ഇവർ ബീഹാർ, ജമ്മു എന്നുള്ള ഏരിയകളിൽ നിന്നാണ് ഇവർ പറയുന്നത്. ആ ലൈസൻസൊക്കെ എത്രത്തോളം ജെന്യുവിൻ ആണെന്ന് അത് കണ്ടറിഞ്ഞാൽ മാത്രമാണ്. പല ഫേക്ക് ലൈസൻസുകൾ നമ്മളെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടിട്ടില്ല. 18 വയസ്സായിട്ടുള്ള ഒരാളില്ല ലൈസൻസ് ആയിട്ട് വന്നു എന്നാണ് പറയുന്നത്. ബാങ്കുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണ്ടവിധം പാലിക്കാത്തതാണ് ഇത്തരം പ്രവണതയ്ക്ക് ഇടയാക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ സംസ്ഥാനത്ത് വ്യാപകമായി ATM കവർച്ചയടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന ഇത്തരം ചെയ്തികൾ വൻ വിപത്തുകൾക്ക് ഇടയാക്കുമെന്ന ആശങ്ക ശക്തിപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് IG അടക്കമുള്ള ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് അസോസിയേഷൻ. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നടന്ന ഹർത്താലിൽ വഴി തടയലിനിടെ ചാലക്കുടിയിൽ കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ ആക്രമിച്ച സംഭവത്തിൽ 8 പേർ കൂടി പോലീസ് പിടിയിൽ. ഹിന്ദു ഐക്യവേദി നേതാവ് ഷോജി ശിവപുരം, CD ഗിരീഷ്, സുമേഷ് വിയാർപുരം, ബിനു വ്യാസപുരം, ശ്രീജിത്ത് വ്യാസപുരം, ശിവദാസൻ മടത്തിപ്പറമ്പിൽ, ശശി അടിച്ചിലി, സുകേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അഡ്വക്കേറ്റ് ജോസഫ് ഗോപൂരാന്റെ ഭാര്യ അഡ്വക്കേറ്റ് മേരി കാതറിൻ പ്രിയങ്കയെയാണ് സംഘം ആക്രമിച്ചത്. ചാലക്കുടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്നുണ്ടായ അപ്രഖ്യാപിത ഹർത്താലിൽ 3 പീടികയിൽ KSRTC ബസ്സിന് കല്ലെറിഞ്ഞ കേസിൽ 11 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം കൊറ്റക്കുളം സ്വദേശി കാരണത്ത് ഷൺമുഖൻ, പൊന്മാനിക്കുടം മലയാറ്റിൽ ജിഷാദ്, ആറാട്ടുകടവ് കിഴക്കിടത്ത് മുരളി, കൂളിമുട്ടം ഊമൻതറ പേപ്പാട്ടുറാവു ശിവരാജ് പാട്ടീൽ, കയ്പമംഗലം ബീച്ച് വലിയപറമ്പിൽ മഹേഷ്, കയ്പമംഗലം ചക്കൻചാത്ത് സന്ദീപ്, കയ്പമംഗലം പുന്നക്കെച്ചാൽ കൊപ്രവീട്ടിൽ സത്യാനന്ദൻ, കയ്പമംഗലം ഡോക്ടർ പടി അരയങ്ങാട്ടിൽ സതീശൻ, കയ്പമംഗലം അകമ്പാടം തറയിൽ സുജീഷ്, ഗ്രാമലക്ഷ്മി ചെമ്മാമ്പിള്ളി സുബീൻ, മാടാനിക്കുളം അന്തിക്കാട്ട് വീട്ടിൽ സുന്ദരൻ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പുല്ലൂറ്റ് ചാപ്പാറയിൽ CPIയുടെ കൊടിമരം കത്തിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. കാരയിൽ ശ്യാംലാൽ, കരിമ്പാടി നിധിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ SI A മുകുന്ദന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വീട്ടുവളപ്പിൽ കളിച്ചുകൊണ്ടിരിക്കെ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന LKG വിദ്യാർത്ഥി മരിച്ചു. മാരാങ്കോട് കാളാഞ്ചേരി നെൽസൺ മകൻ 4.5 വയസ്സുള്ള അൽജോ ആണ് മരിച്ചത്. ചാലക്കുടി കാർമൽ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് അൽജോയ്ക്ക് പാമ്പുകടിയേറ്റത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനുള്ള കൊടിക്കയർ തയ്യാറാക്കാനെന്ന പേരിൽ അനധികൃതമായ പണപ്പിരിവ് നടക്കുന്നതായി ആക്ഷേപം. ഭക്തർ തട്ടിപ്പിന് ഇരയാകരുതെന്ന മുന്നറിയിപ്പുമായി ദേവസ്വം. കുംഭത്തിലെ പൂയം നാളിൽ കൊടിയേറി 10 ദിവസത്തെ താന്ത്രിക ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് ശേഷം ആറാട്ടോടെ കൊടിയിറങ്ങുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവം. ഈ ഉത്സവത്തിന്റെ കൊടിയേറ്റത്തിന് വേണ്ടി സപ്തവർണ്ണക്കൊടി ദേവസ്വം നേരിട്ടാണ് തയ്യാറാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 5-6 വർഷങ്ങളായി തെക്കൻ ജില്ലകളിൽ നിന്ന് സ്വകാര്യ വ്യക്തികൾ കൊടിക്കയർ കൊണ്ടുവരാറുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കൊണ്ടുവരുന്ന കൊടിക്കയർ സ്വർണ്ണ കൊടിമരത്തിന് ചുവട്ടിൽ സമർപ്പിക്കാറാണ് പതിവ്. ഇത് തുടങ്ങിയത് മുതൽ പണപ്പിരിവ് നടക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ 1 മാസം മുൻപ് തന്നെ വ്യാപകമായ രീതിയിൽ പണപ്പിരിവ് നടക്കുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കൊടിക്കയർ കൊണ്ടുവരുന്നതിന് ദേവസ്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഭക്തർ പണം നൽകി വഞ്ചിതരാകരുതെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഫെബ്രുവരി 17-നാണ് ഇത്തവണത്തെ കൊടിയേറ്റം. രാവിലെ നടക്കുന്ന ആനയോട്ടത്തിന് ശേഷം കൊടിപൂജ നടത്തി രാത്രി 9-ഓടെയാണ് തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കുക. TCV ഗുരുവായൂർ. വെള്ളമെടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഉൽപാദനം നിലച്ച കാതികുട നെറ്റ് ജലാറ്റിൻ കമ്പനിയിലെ തൊഴിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ മന്ത്രിതല യോഗം ചേരും. 16-ന് വ്യവസായ മന്ത്രി EP ജയരാജന്റെ അധ്യക്ഷതയിലാണ് യോഗം.
ജലവിധാനം താഴ്ന്ന പുഴയിൽ ആഴത്തിൽ ചാലുണ്ടാക്കി വെള്ളം എടുക്കാനാണ് കമ്പനിയുടെ ശ്രമം. ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി ലഭിച്ചെങ്കിലും കാടുകുറ്റി പഞ്ചായത്ത് ഇതിന് എതിരാണ്. സർക്കാർ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ കമ്പനി ലേ ഓഫിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. വെള്ളമില്ലാത്തതിനാൽ 2.5 മാസമായി ഇവിടെ ഉൽപാദനം നടക്കുന്നില്ല. കേസിൽ പ്രതിയായ RSSകാരനെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പാവറട്ടി SIയെയും പോലീസുകാരെയും പ്രതിയും പിതാവും ചേർന്ന് ആക്രമിച്ചു. ആക്രമണവുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകൻ പാവറട്ടി പുതുമനശ്ശേരി സ്വദേശി പുല്ലാട്ട് വീട്ടിൽ ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ചയാണ് സംഭവം. കഴിഞ്ഞ ദിവസം ശ്രീജിത്തും സഹോദരനും ചേർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനും പാവറട്ടി സ്വദേശിയുമായ മാളിയക്കൽ അലോഷ്യസിന്റെ മകൻ ആൽവിനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും മനപ്പടിയിൽ വെച്ച് ആക്രമിക്കുകയും ചെയ്തതായി പരാതിയുണ്ടായിരുന്നു. ഈ കേസിൽ പ്രതിയായ യുവാവിനെ അന്വേഷിച്ച് എത്തിയതായിരുന്നു പോലീസ്. വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് ശ്രീജിത്തിനോട് കാര്യങ്ങൾ പറയുകയും സഹോദരമൊത്ത് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യാതൊരു പ്രകോപനവുമില്ലാതെ സഹോദരൻ വീട്ടിലില്ലെന്ന് പറഞ്ഞ പ്രതി SIയെ കഴുത്തിൽ പിടിച്ച് തള്ളി താഴെയിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. SI ആക്രമിക്കുന്നത് കണ്ട പോലീസുകാർ ഓടിയെത്തി പ്രതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതിയും ചന്ദ്രനും ചേർന്ന് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. ബലം പ്രയോഗിച്ച ശ്രീജിത്തിനെ പോലീസ് കീഴ്പ്പെടുത്തുന്നതിനിടയിൽ ചന്ദ്രൻ ഓടി രക്ഷപ്പെട്ടു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസ് ഓഫീസറെ ആക്രമിച്ചതിനും ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. പുതുവത്സര രാത്രിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ. അനമനട കുരിയക്കാട്ടിൽ അസീസിന്റെ മകൻ ആഷിബിനെയാണ് കൊരട്ടി SI ജയേഷ് ബാലൻ അറസ്റ്റ് ചെയ്തത്. വാളു വെള്ളാട്ടുപറമ്പിൽ ജോസഫിന്റെ മകൻ 14 വയസ്സുള്ള ആൽഫിനാണ് അപകടത്തിൽ മരിച്ചത്. എടത്തിപ്പറമ്പൻ നെൽസന്റെ മകൻ സിബിന് പരിക്കേറ്റിരുന്നു. അമിതമായി മദ്യപിച്ച് ആഷിബിൻ ഓടിച്ചിരുന്ന ബെലോറോ ജീപ്പാണ് വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തിയത്. ആൽഫിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സിബിൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന 4 ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. 3 സ്കൂട്ടറും 1 ബൈക്കുമാണ് കത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളാണ് കത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവാണ് വാഹനങ്ങൾ തീയിട്ടതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഇതര സംസ്ഥാനക്കാരനായ പ്രതി മുങ്ങി. ഇയാളെ പിടികൂടുന്നതിനായി അന്വേഷണം ആരംഭിച്ചതായി വെസ്റ്റ് പോലീസ് അറിയിച്ചു. കായികാധ്വാനം ഏറെ വേണ്ടിവരുന്ന റബ്ബർ ടാപ്പിംഗ് ഇനി പൂർണ്ണമായും യന്ത്രം ചെയ്യും. അയ്യന്തോൾ സ്വദേശി അനിൽകുമാറാണ് റബ്ബർ കർഷകർക്കായി ഫലപ്രദമായ ഈ നൂതന സാങ്കേതിക വിദ്യ ആവിഷ്കരിച്ചിരിക്കുന്നത്. 3 മോട്ടോറുകളും ചെറുകത്തിയും ഇത് ചലിക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കുമാണ് ഈ ടാപ്പിംഗ് യന്ത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ബാറ്ററിയിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്വിച്ച് ഇട്ടാൽ 1.5 മിനിറ്റിനുള്ളിൽ നല്ല വെടിപ്പായി യന്ത്രം റബ്ബർ മരം വെട്ടിത്തരും. അതും ആരുടെയും സഹായമില്ലാതെ തന്നെ. വൃത്താകൃതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ യന്ത്രം മരത്തിൽ ഘടിപ്പിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. മരത്തിന്റെ പട്ടയ്ക്കനുസൃതമായി തൊലിയുടെ കനത്തിനനുസരിച്ച് കത്തി ക്രമീകരിച്ചാണ് യന്ത്രത്തിന്റെ പ്രവർത്തനം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അയ്യന്തോൾ എട്ടുകുളം സ്വദേശി അനിൽകുമാറാണ് ഈ യന്ത്രം വികസിപ്പിച്ചെടുത്തത്. 3 മോട്ടറുണ്ട്. അതിൽ 2 സ്റ്റെപ്പർ മോട്ടറാണ്, 1 DC സാധാ മോട്ടർ. അതിൽ സ്റ്റെപ്പർ മോട്ടർ 1 ഇതിനെ മുകളിലേക്കും താഴ്ത്തിക്കും ആക്കാനായിട്ട് വർക്ക് ചെയ്യും. 1 ഇതിന്റെ ഉള്ളിലുള്ളൊരു ഗിയർ ഉണ്ട്. ആ ഗിയറിൽ കൂടെ കട്ട് ചെയ്യാനുള്ള മോട്ടറിനെ ഓടിച്ചുകൊണ്ടിരിക്കും. ഇത് കറങ്ങുന്നതിനനുസരിച്ച് റബ്ബറിന്റെ തൊലി കട്ട് ചെയ്തു. മരത്തുമ കൊള്ളാണ്ടിരിക്കാനായിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു നോബ് പോലൊരു സാധനമുണ്ട്. 3 മണിക്ക് ഈ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ എത്ര റബ്ബറുണ്ടോ അതൊരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് തരും. പരീക്ഷണാർത്ഥം 3 മാസങ്ങൾ കൊണ്ടാണ് അനിൽ ഈ വിസ്മയ ടാപ്പിംഗ് യന്ത്രത്തിന് രൂപം നൽകിയത്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രയോജനകരമായ ഈ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് ഏർപ്പെടുത്താനുള്ള നടപടികളും അനിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനോടകം കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ തന്റെ ഈ ആശയത്തിന് വിദഗ്ധ സാങ്കേതിക നിർദ്ദേശം ലഭ്യമായാൽ യന്ത്രം ഇനിയും വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിക്കണമെന്നതാണ് അനിലിന്റെ ആഗ്രഹം. ഇതൊരു ഇൻഡസ്ട്രിയലായിട്ട് വരികയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്താന്ന് വെച്ചാൽ ഏകദേശം ഒരു കണക്ക് പ്രകാരം ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ആ റേഞ്ചിൻ്റെ ഇടയിൽ വരും. എന്നേക്കാൾ അറിവുള്ളവർ ഇത് ഏറ്റെടുക്കാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ല രീതിയിലൊരു മിഷനായി മാറും. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെങ്കിലും കൃഷിയോടാണ് അനിലിന് കൂടുതൽ താല്പര്യം. നിലവിൽ മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ യുവാവിന് കൃഷി മേഖലയിൽ നൂതനമായ ആശയങ്ങളും കൈമുതലായുണ്ട്. തയ്യൽ തൊഴിലാളിയായ അമ്മ ശൈലജയും സഹോദരി സീതാലക്ഷ്മിയും സുഹൃത്തുക്കളായ സനീപ്, അഖിൽ എന്നിവരാണ്
അനിലിന്റെ പരീക്ഷണങ്ങൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നത്. TCV തൃശൂർ. മാളയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. മാള പള്ളിപ്പുറം സ്വദേശി മംഗലത്ത് ഷാജുവിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചതിരിഞ്ഞ 3:30 മാള KSRTC സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം. ഷാജു ഓടിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. എങ്കക്കാട് ശ്രീ വീരാണിമംഗലം ശിവക്ഷേത്രത്തിൽ മോഷണശ്രമം. ക്ഷേത്രത്തിന് അകത്ത് കിടന്ന മോഷ്ടാക്കൾ ഗണപതി ക്ഷേത്രത്തിനെയും ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള ഭണ്ഡാരങ്ങൾ കുത്തിത്തുറക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരി SI KC രതീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി മുട്ടിക്കലിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമം. വടക്കാഞ്ചേരി കുന്നംകുളം റോഡരികിൽ മുട്ടിക്കൽ മോസ്കോ റോഡിന് സമീപത്ത് താമസിക്കുന്ന ഇടശ്ശേരി സുമേഷിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനും ബൈക്കുമാണ് മോഷ്ടിക്കാൻ ശ്രമം നടന്നത്. ശബ്ദം കേട്ട് സുമേഷിന്റെ മാതാവ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പിക്കപ്പ് വാനിന്റെ ഡോറ് 2 പേർ ചേർന്ന് കുത്തി തുറക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ മകനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. പിക്കപ്പ് വാനിന്റെ മുൻവശം കുത്തിപ്പൊളിച്ച നിലയിലാണ്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. നെല്ലായി വല്ലക്കുന്ന് റോഡിലെ പോങ്കോത്ര പ്രദേശത്ത് പ്രളയത്തിൽ റോഡരിക് ഇടിഞ്ഞു നശിച്ചത് പുനർനിർമ്മിക്കാൻ നടപടിയായില്ല. റോഡിന്റെ പുനർനിർമ്മാണം അനിശ്ചിതമായി വൈകുന്നതിൽ ശക്തമായ പ്രതിഷേധം. പോട്ട 3 പീടിക സംസ്ഥാന പാതയെയും മണ്ണുത്തി അങ്കമാലി ദേശീയപാതയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ നെല്ലായി വല്ലക്കുന്ന് റോഡ്. നെല്ലായി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററോളം ദൂരെയുള്ള നെല്ലായി റെയിൽവേ സ്റ്റേഷനിലെത്താനും ഈ റോഡിനെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. സ്വകാര്യ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ റോഡിന്റെ ഒരു ഭാഗം പ്രളയത്തെ തുടർന്നുള്ള ശക്തമായ കുത്തൊഴുക്കിൽ ഇടിഞ്ഞ് നശിച്ചിരുന്നു. പോങ്കോത്ര മുതൽ അമേത്തുകുഴി പാലം വരെയുള്ള റോഡിന്റെ ഒരു വശം 100 മീറ്ററിലേറെയാണ് അപകടകരമായ തോതിൽ ഇടിഞ്ഞുപോയത്. റോഡരികിലെ മണ്ണിടിച്ചിൽ ഇതുവഴി കടന്നുപോകുന്ന പൈപ്പ് ലൈനും ഇലക്ട്രിക് ലൈനും കേടുവരുത്തി. 4ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു. നിരവധി മരങ്ങളും നിലംപൊത്തി. റോഡരിക് ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര അപകടകരമാണ്. റോഡരികിൽ ഒഴിഞ്ഞ ടാർ വീപ്പകൾ നിരത്തി കയർ കെട്ടിയതൊഴിച്ചാൽ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് പൊതുമരാമത്ത് അധികൃതർ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് പറപ്പൂക്കര പഞ്ചായത്ത് അംഗം KS ജോൺസൺ പറയുന്നു. ഈ 4 മാസം കഴിഞ്ഞിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വന്ന് അവർ സൈഡിൽ പാട്ടകൾ വെച്ച് പോകാമെന്നല്ലാതെ തുടർ നടപടികൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. 100 മീറ്ററിലധികം ദൂരത്തിലാണ് റോഡ് വശം ഇടിഞ്ഞു കിടക്കുന്നത്. നെല്ലായി റെയിൽവേ സ്റ്റേഷനിൽ രാത്രി സമയത്ത് വന്നിറങ്ങുന്നവർ കാൽനടയായും വാഹനങ്ങളിലും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള കുട്ടികളും അപകടം നിറഞ്ഞ ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രളയം കഴിഞ്ഞ് 5 മാസം പിന്നിടുമ്പോഴും തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ പോങ്കോത്ര വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അമ്പിളി സജീവൻ പറഞ്ഞു. രാത്രികാലങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആൾക്കാർ, നടന്നു പോകുന്ന ആൾക്കാരുണ്ട്, വണ്ടിമേ പോകുന്നവരുണ്ട്. ഇവിടെ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ റോഡിന്റെ തകർന്ന ഭാഗം വീണ്ടും ഇടിയാൻ ഇടയുള്ളതിനാൽ ബസ്സുകളടക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾ സാഹസികമായാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. അപകട സാധ്യതയും ജനങ്ങളുടെ ദുരിതവും കണക്കിലെടുത്ത് എത്രയും വേഗം റോഡിന്റെ പുനർനിർമ്മാണത്തിന് നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കൊടകര. സാമ്പത്തിക സംവരണ ബിൽ രാജ്യസഭയും പാസാക്കി. 165 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 7 പേർ എതിർത്തു. മുസ്ലിം ലീഗ്, DMK, ആം ആദ്മി പാർട്ടി എന്നീ കക്ഷികളാണ് എതിർത്തത്. അണ്ണാ DMK വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സാമ്പത്തിക സംവരണ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയവും സ്വകാര്യ മേഖലയിലും സംവരണം വേണമെന്ന CPI ഭേദഗതിയും രാജ്യസഭ തള്ളുകയായിരുന്നു. ഒരിടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച. UDF പാളയത്ത് നിന്ന് LDFിലേക്ക് ചേക്കേറിയ റാഫി ജോസ് ഡെപ്യൂട്ടി മേയറായേക്കും. CRM സൗത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച റാഫി ജോസ് എന്ന കുട്ടി റാഫി ഡെപ്യൂട്ടി മേയറാകും എന്നാണ് സൂചന. UDFിൽ നിന്നും അടുത്തിടെയാണ് കുട്ടി റാഫി LDF മുന്നണിയിലേക്ക് ചേക്കേറിയത്.
വ്യാഴാഴ്ച നടക്കുന്ന LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാവുക. രാവിലെ 11-നാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. കളക്ടർ TV അനുപമ വരണാധികാരിയാകും. UDFിലെ A പ്രസാദാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. 55 അംഗങ്ങളുള്ള തൃശൂർ കോർപ്പറേഷനിൽ LDFന് 27 അംഗങ്ങളും UDFന് 22 അംഗങ്ങളും BJPക്ക് 6 അംഗങ്ങളുമാണ് ഉള്ളത്. കെസിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഡോക്ടർ ഫാദർ പോൾ അച്ചാണ്ടി CMI ഉദ്ഘാടനം ചെയ്തു. കെസ് പ്രസിഡന്റ് പ്രൊഫസർ UV ആന്റണി അധ്യക്ഷത വഹിച്ചു. CMI ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി, ഭോപ്പാൽ പ്രൊവിൻഷ്യൽ ഫാദർ ജസ്റ്റിൻ അക്കര, ദേവമാത വികാർ പ്രൊവിൻഷ്യൽ ഡോക്ടർ ഫാദർ ഡേവിസ് പനക്കൽ, ഫാദർ ഡേവിസ് പട്ടത്ത്, കെസ് സെക്രട്ടറി ഡോക്ടർ ഫാദർ ജോയ് വട്ടോളി തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 8 നവവൈദികർ സമൂഹബലി അർപ്പിച്ചു. കെസ് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രളയത്തെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ച വീടുകളുടെ പുനർനിർമ്മാണം അവകാശ തർക്കം മൂലം തടസ്സപ്പെട്ട കേസുകളിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്ന അദാലത്ത് വ്യാഴാഴ്ച ആരംഭിക്കും. ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് സോഫി തോമസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ TV അനുപമ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ യജ്ഞത്തിന്റെ ഭാഗമായി കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ 5 സ്കൂളുകൾക്ക് കിഫ്ബിയിൽ നിന്നും ഓരോ കോടി രൂപ വീതം 5 കോടി രൂപ അനുവദിച്ചു. പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് തുക വിനിയോഗിക്കുക. 500 മുതൽ 1000 വരെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളെയാണ് കിഫ്ബി തിരഞ്ഞെടുക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിയായ സൂചനാ സംവിധാനങ്ങളില്ലാത്ത ഹമ്പുകൾ അപകടക്കെണിയാകുന്നു. എരുമപ്പെട്ടിയിൽ ഹമ്പിൽ ചാടിയ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ വീട്ടമ്മ മരിച്ചു. ദേശീയ പണിമുടക്കിന്റെ 2ാം ദിനത്തിൽ ജില്ലയിൽ പണിമുടക്ക് ഭാഗികം. വ്യാപാര സ്ഥാപനങ്ങളും ഏതാനും സ്കൂളുകളും തുറന്നു പ്രവർത്തിച്ചു. സ്വകാര്യ ബസ് ഉടമകൾക്കും ചെറുകിട വ്യാപാരികൾക്കും പങ്കുവയ്ക്കാനുള്ളത് നഷ്ടക്കണക്കുകൾ. കോർപ്പറേഷൻ പരിധിയിലെ കെട്ടിടങ്ങൾക്ക് വസ്തുനികുതിക്ക് പുറമെ 10% സേവന നികുതി ഏർപ്പെടുത്താൻ നീക്കം. തലൂർ കുരിയച്ചിറ റോഡ് വികസനത്തിന് പാക്കേജുകൾ തയ്യാറായി. തൃശൂർ നഗരത്തിൽ അന്തരീക്ഷവായു അളക്കുന്നതിനുള്ള ഓൺലൈൻ മെഷീൻ സ്ഥാപിക്കാൻ ഒരുങ്ങിയ മലിനീകരണ നിയന്ത്രണ ബോർഡ്. കോർപ്പറേഷന്റെ അനുമതി ലഭിച്ചാലുടൻ മെഷീൻ സ്ഥാപിക്കുമെന്ന് അധികൃതർ. പ്രളയം ദുരന്തഭൂമിയാക്കി മാറ്റിയ കുഴൂരിലെ കാർഷിക മേഖലയിൽ വീണ്ടെടുപ്പിന്റെ കാഹളം. കുഴൂരിലെ പാടശേഖരങ്ങൾ വീണ്ടും പച്ചപ്പണിയുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ATMകളിൽ പണം നിറയ്ക്കുന്ന സ്വകാര്യ ഏജൻസികൾ. ഇതര സംസ്ഥാനക്കാരെ ഗൺമാന്മാരായി നിയമിക്കുന്നത് സുരക്ഷാ വീഴ്ചയ്ക്ക് ഇടവരുത്തുമെന്ന് ആരോപണം. ശബരിമല യുവതീ പ്രശ്ന വിഷയത്തിൽ നടന്ന ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ അറസ്റ്റ് തുടരുന്നു. ചാലക്കുടിയിലെ 3 പിടികിലുമായി 19 പേർ കൂടി അറസ്റ്റ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.